ഇന്ന് നമ്മൾ നോക്കുന്നത് തെങ്ങിൻ്റെ കൂമ്പിനെ ആക്രമിക്കുന്ന കൊമ്പൻചെല്ലി, ചെമ്പൻചെല്ലി അതുപോലെയുള്ള വണ്ടുകളെ പ്രതിരോധിക്കാൻ വേണ്ടി കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ഗ്രാമപ്രദേശങ്ങളിൽ ചെയ്യുന്ന ഒരു പ്രതിരോധ രീതിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. തെങ്ങിനും തേങ്ങയ്ക്കും ഒരു ഉപദ്രവവും ഉണ്ടാകാതെ വളരെ നാച്ചുറലായിട്ടുള്ള ഒരു കൂട്ടാണ് ഇതിനു വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത്. ഈ കൂട്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ശീമക്കൊന്നയുടെ നല്ല തളിര് കമ്പുകൂട്ട് 2 കമ്പ് വെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറുവാപ്പട്ടയുടെ ഒരു ചെറിയ കമ്പും വെട്ടി വെച്ചിട്ടുണ്ട്. തണ്ടായിട്ട് ഉള്ളതാണ് വെട്ടിയെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്നത് കുറച്ച് പാറ്റാ ഗുളിക, സാധാരണ കടകളിലൊക്കെ വാങ്ങുന്ന പാറ്റാ ഗുളിക, അതുപോലെ കുറച്ച് കർപ്പൂരം എടുത്തിട്ടുണ്ട്. നല്ലപോലെ പാക്കറ്റിൽ കിട്ടുന്ന കർപ്പൂരം, ടിന്നിൽ കിട്ടുന്ന കർപ്പൂരവും എടുത്തിട്ടുണ്ട്. ഈ 4 സാധനങ്ങളാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ടിഷ്യൂവും ഉപയോഗിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാറ്റാ ഗുളികയുടെ ഈ പാക്കറ്റിൻ്റെ ഒരു പകുതി ഭാഗം, ഏകദേശം ഒരു 6 ഗുളിക എടുക്കുന്നുണ്ട്. 6 ഗുളികയും എടുത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കർപ്പൂരക്കൂട്ട്, ഈ പകുതി കർപ്പൂരം, ആ ടിന്നിലുള്ള പകുതി കർപ്പൂരം കൂടെ ഇതിനകത്ത് ഒന്ന് ഇട്ടിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. നല്ലപോലെ പൊടിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ പാറ്റാ ഗുളികയും കർപ്പൂരം കൂടി നല്ലപോലെ പൊടിച്ച് നല്ലപോലെ പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ഹാമറോ എന്തെങ്കിലും വെച്ചിട്ട് തടിയുടെ മുകളിൽ വെച്ചിട്ട് നല്ലപോലെ എത്രത്തോളം നൈസാക്കി പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസാക്കി പൊടിച്ചെടുക്കുക. ഇത് രണ്ടും കൂടെ കൂടിക്കഴിയുമ്പം ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട്. ഇതെടുത്ത് പൊടിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷമാണ് നമ്മൾ അടുത്ത കൂട്ടുകൾ റെഡിയാക്കുന്നത്. ഇപ്പോൾ പൊടിയൊക്കെ റെഡിയായി അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ എടുക്കുന്നത് കറുവപ്പട്ടയുടെ കമ്പാണ്. ഇളം കമ്പാണ്. ഇളം കമ്പിൻ്റെ തണ്ട് മാത്രം ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരു 1 ഇഞ്ച് കട്ടിയുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചെടുക്കുമ്പോൾ അതിനകത്തുനിന്നുള്ള തടി കഷ്ണം കിട്ടില്ല, വേറെ തോലാണ് കിട്ടുന്നത്. തോല് ശരിക്ക് നമ്മൾ കറുവപ്പട്ടയ്ക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇളം കമ്പായിരിക്കണം, അതുപോലെ പച്ച കമ്പുമായിരിക്കണം. ഉണങ്ങി നിൽക്കുന്നതോ കറുവാപ്പട്ടയോ ഒന്നും ഉപയോഗിക്കരുത്. ഇങ്ങനെ ചതച്ച് കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൽ വെച്ചിട്ട് ചുറ്റി കൊണ്ട് ചതയ്ക്കുന്നുണ്ട്. ചുറ്റിക വെച്ചിട്ട് ഇടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടിവശം നല്ലപോലെ ചതഞ്ഞ് കിട്ടുകയും തോല് നല്ലപോലെ സ്മൂത്തായി കിട്ടുകയും തടി പീസുമായിട്ട് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ തടി കഷ്ണം എടുത്ത് കളഞ്ഞിട്ട് ഇടിച്ചിടുകയാണ് നല്ലതാണ്. പക്ഷേ അത് കിട്ടാൻ ചാൻസ് ഇല്ല. നല്ല കട്ടിയുള്ള മരമാണ്. തോല് മാത്രം നല്ലപോലെ ചതച്ച് പൊടിച്ചെടുക്കുക. നല്ലപോലെ ചതച്ച് പൊടിച്ച് ഒരു 5 പീസിൻ്റെ 6 പീസിൻ്റെ റെഡിയായി കഴിയുമ്പം ഏകദേശം 2 തെങ്ങിനുള്ളത് ഏകദേശം റെഡിയായി കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കൂട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇതുപോലെ തോല് നല്ലപോലെ ഇടിച്ച് ഒന്ന് പദം വന്നു കഴിയുമ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിയുമ്പം ശരിക്കും വെള്ള കളറിലുള്ള ആ തോലുകൾ ഒരു ചെറിയ ബ്രൗൺ കളറിലോട്ട് മാറും. അങ്ങനെ ഇടിച്ച് ഒന്ന് സെറ്റാക്കി അതിൻ്റെ നീരെല്ലാം ഇറങ്ങി ഒന്ന് എടുത്തിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ കറുവാപ്പട്ടയുടെ തോലെല്ലാം ഇടിച്ച് നല്ല പദം വന്നിട്ടുണ്ട്. ഇനി എടുക്കുന്നത് നമ്മുടെ ശീമക്കൊന്നയുടെ ഇളം കമ്പാണ് എടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ ചെറിയ ഒരു 1 ഇഞ്ച് കട്ടിയിൽ അതിൻ്റെ പച്ച കളറുള്ള തണ്ടുകൾ മാത്രം എടുക്കുക. അതിൽ ഒരു കാര്യം കൂടി പ്രത്യേകം ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശീമക്കൊന്നയുടെ കമ്പ് ശരിക്ക് ഇടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോലെ സ്മൂത്തായിട്ട് പൊട്ടി വിടർന്നു വരും. അതുപോലെ തന്നെ നല്ലപോലെ ചതഞ്ഞ് കിട്ടും. അതിന് തോല് മാത്രമായിട്ട് എടുക്കേണ്ട, അകത്തുള്ള തണ്ടും എടുക്കാം. അതിനകത്ത് ഒരു പച്ച കളറിലുള്ള ഇതുണ്ട്, അതെല്ലാം ഇതുപോലെ തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നല്ലപോലെ ഇടിച്ച് അതിനോട് കൂട്ടുക. ഇങ്ങനെ കൂട്ടി 2ഉം കൂടെ കൂട്ടി റെഡിയായി കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് മുറിച്ച് കൊടുത്ത് എല്ലാം 2ഉം കൂടെ ഒന്ന് സെറ്റാക്കി വെള്ളം സ്പ്രേ ചെയ്ത് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. 3 കൂട്ടുകളും എല്ലാം റെഡിയായി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതൊരു 2 ടിഷ്യൂ എടുക്കുന്നുണ്ട്, പേപ്പർ ടിഷ്യൂ. ഇതൊന്ന് വിടർത്തിയെടുക്കുക. 2 ടിഷ്യൂ മേലെ വെച്ചിട്ട് ഇതിൻ്റെ പകുതി കൂട്ടുകൾ, ഇതിൻ്റെ 2 തെങ്ങിനുള്ള കൂട്ടുകളാണിത്. അതിൽ 2ആയിട്ട് ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഒരു കൂട്ടായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം തോലുകളെല്ലാം ഇടിച്ചെടുത്തത് ടിഷ്യൂവിൻ്റെ മേലോട്ട് വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്നത് എടുത്ത് ഇതിനകത്തേക്ക് ഇടുന്നത്. എടുത്ത് അകത്തേക്കിട്ട് ഈ ടിഷ്യൂ മടക്കി അതിന് മേലെ വെള്ളം നല്ലപോലെ സ്പ്രേ ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുക. ഇപ്പോൾ ടിഷ്യൂ എല്ലാം നല്ലപോലെ കുതിർന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് സെറ്റായി. ഇനി ഇതുപോലെ തന്നെ എടുത്തിട്ട് മടക്കി നല്ല പോലെ ഒന്ന് ചുരുട്ടി എടുത്തിട്ട് അതിന് മുകളിലോട്ട് ഒന്നുകൂടെ വെള്ളം സ്പ്രേ ചെയ്ത് അനക്കാതെ അവിടെ വെച്ച് കൊടുക്കുക. ഇത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ടിഷ്യൂവിനോടെല്ലാം സെറ്റായി ടിഷ്യൂവും
ഈ മിക്സുകളെല്ലാം ഒന്ന് സെറ്റായി റെഡിയായിട്ടിരിക്കും. റെഡിയായതിന് ശേഷമാണ് നമ്മൾ ചെറിയ കോട്ടൺ തുണിയിലേക്ക് ഇത് എടുത്തിട്ട് മാറ്റിയിട്ട് ചെറിയൊരു ബോളിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു, നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ വലിച്ച് കീറിയിട്ട് കൊടുക്കുക. ടിഷ്യൂ ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കുക. ഇനി ഒരു കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. 2 പീസ് കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. ഈ 2 പീസ് കോട്ടൺ തുണി മാത്രം എടുക്കുക. കാരണം പോളിസ്റ്റർ ഒന്നും എടുക്കരുത്. കാരണം ഇതിൻ്റെ സ്മെല്ലൊക്കെ പുറത്തിറങ്ങാൻ ഏറ്റവും നല്ലത് കോട്ടൺ തുണിയാണ്. അതുപോലെ തന്നെ ഇത് 2 ഭാഗമായിട്ട് തിരിക്കുക. ഒരു തെങ്ങിനുള്ള 2 സൈഡുകളിലും 2 കവട്ടകളിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2ആയിട്ട് ചെറിയ കോട്ടൺ തുണിയിൽ ഇതുപോലെ ഒന്ന് കെട്ടി റെഡിയാക്കി എടുക്കുക. ഒന്ന് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് റെഡിയാക്കുക. ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കെട്ടിയും കൊടുക്കുക. 2 പീസുകളും ചെറിയൊരു ബോളിൻ്റെ രൂപത്തിൽ ഒന്ന് കെട്ടി റെഡിയാക്കി എടുക്കുക. ഇതിന് എന്തെങ്കിലും വെച്ചിട്ട് കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കെട്ടിയും കൊടുക്കുക. ഇതുപോലെ ഒന്ന് കെട്ടി, വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കെട്ടി റെഡിയാക്കി ചെറിയൊരു ബോൾ ഒക്കെ സെറ്റാക്കി കൊടുക്കുക. അതുപോലെ തന്നെ 2 മേലോട്ട് നിൽക്കുന്ന ആ ഭാഗങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കുക. ഇപ്പം നമുക്ക് 2 ബോളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് 2 ബോൾ പോലെ എല്ലാം റെഡി ആയിട്ടുണ്ട്. സൈഡ് വശം എല്ലാം കട്ട് ചെയ്തു. ഇനി ഇതാണ് നമ്മൾ തെങ്ങിൻ്റെ 2 സൈഡുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂമ്പിൻ്റെ തൊട്ട് താഴെയുള്ള 2 സൈഡുകളിലെ കവട്ടകളിൽ ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് 3 മാസം കൂടുമ്പോൾ. സാധാരണ നമ്മൾ ചെയ്യുന്നത് 3 മാസം കൂടുമ്പോൾ തേങ്ങ ഇടുന്ന സമയത്ത് കയറി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ഇനി 2 രീതികൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇനി അങ്ങനെ തേങ്ങയിട്ട് കയറി ഇടുന്ന സമയത്ത് വെക്കാനും ചെയ്യാനും ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. അത് പ്രാക്ടിക്കലാണോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാത്രം ചെയ്യുക. ഇപ്പം ഫസ്റ്റ് രീതി ഇതാണ്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ ചൊട്ടയുടെ തൊട്ട് താഴെവശത്ത്, കൂമ്പിൻ്റെ തൊട്ട് താഴെവശത്തുള്ള 2 കവട്ടകളിൽ ലെഫ്റ്റിലും റൈറ്റിലും ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നാമത്തെ രീതിയെല്ലാം ഓക്കെയാണ്, സാധാരണ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെറിയ തെങ്ങായതുകൊണ്ട് നമുക്ക് നിലത്ത് നിന്ന് ചെയ്യാൻ പറ്റും. മറ്റേ വലിയ തെങ്ങാണെങ്കിൽ ഇങ്ങനെ കയറി നിന്ന് ചെയ്യാൻ പറ്റില്ല. തെങ്ങിൻ്റെ ഒരുക്കുന്ന സമയത്തോ തേങ്ങ ഇടുന്ന സമയത്തോ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണെങ്കിൽ മാത്രം ചെയ്യുക. ഇതുപോലെ ഒരു തെറ്റാലി എടുക്കുക. മീഡിയം തെങ്ങുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, സാധിക്കുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഈ ബോൾ റെഡിയാക്കി എടുത്തിട്ട് ഒരു തെറ്റാലിയിൽ വെച്ചിട്ട് മീഡിയം തെങ്ങുകളുടെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു കവട്ടയിൽ വീണ് കിട്ടിക്കഴിഞ്ഞാൽ, 2 എണ്ണം വീണ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇതിൻ്റെ മണം സ്പ്രെഡ് ചെയ്യുകയും കൊമ്പൻ ചെല്ലിയും ചെമ്മൻ ചെല്ലിയും ഒക്കെ അതിൽ നിന്ന് ആ ഭാഗത്ത് നിന്ന് മാറിപ്പോവുകയും ചെയ്യും. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കൂട്ടിലക.